ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണല്ലോ ഇത്. അപ്പോൾ എങ്ങനെ ഇത് പഴം ചേർക്കാതെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞാനിപ്പോൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 500 ഗ്രാമോളം വരും ഇത്. ഇനി നമുക്കിതിനെ ഒരു 3 മണിക്കൂർ മിനിമം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് വേണ്ട ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. ഇതിനിപ്പോൾ ഞാൻ 400 ഗ്രാം ശർക്കരയും 1/2 കപ്പ് വെള്ളവും ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി പാനി റെഡിയാക്കി എടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചൂട് പോവാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഇതിലെ പൊടിയും കല്ലും ഒക്കെ ഒന്ന് കളയാനും വേണ്ടിയിട്ട് അരിച്ചെടുക്കുകയും വേണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ, അതായത് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും മാറ്റി വെക്കാം. ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളത്തിൽ നിന്നും വാർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അരിയെ മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശർക്കര പാനിയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ലൂസായി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരിട്ട് ശർക്കര പാനി ഉപയോഗിച്ചിട്ട് തന്നെ ഇത് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-3 ഏലക്കായും കൂടെ ചേർക്കാം. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് നേരിട്ടിട്ട് ബാറ്ററിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അരച്ചെടുത്ത മാവിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മിക്സിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ മാവ് ചെറുതായിട്ടൊരു തരിയോട് കൂടെ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ഉണ്ണിയപ്പം ശരിയായി തന്നെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം എള്ളാണ്. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടുതലായിട്ടൊന്നും വേണ്ട, ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. 1/4 ടീസ്പൂണിലും താഴെ മതി ഉപ്പിൻ്റെ അളവ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ ഇഡ്ഡലി മാവ് പോലെ നല്ല തിക്കായിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം ശരിയായി കിട്ടില്ല. അഥവാ ഇനി മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്ററി തിക്കാക്കി എടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിനിമം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉണ്ണിയപ്പം അത്രയും ടേസ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഉണ്ണിയപ്പം ചട്ടി എടുത്തിട്ട് ചൂടാക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ ടേബിൾ സ്പൂൺ വീതം ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. കുഴിയുടെ പകുതി മാത്രം മതി കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ടാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ആദ്യം നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കുഴിയപ്പം കരിഞ്ഞു പോവും. എന്നാൽ അകാണെങ്കിലോ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സമയം എടുത്തിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ടൂത്ത് പിക്കോ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കോരി മാറ്റാം. അപ്പൊ ദാ ഒരു ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവിനെയും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കണം. എണ്ണ തീരുന്നതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ. അപ്പൊ ദാ നമ്മുടെ കേരള ട്രഡീഷണൽ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് ഈ അളവ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.